ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താനയും നടി പ്രയാഗ മാർട്ടിനുമായി എന്താണ് ബന്ധം? ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരെ കൂടാതെ പ്രയാഗയുമായി സൗഹൃദമുണ്ടെന്നാണ് തസ്ലീമയുടെ മൊഴി. എന്നാൽ അത് വെറും സൗഹൃദം മാത്രമാണോ? കേസിൽ കൂടുതൽ സെലിബ്രിറ്റികൾ കുടുങ്ങിയേക്കാമെന്നാണ് സൂചന. ബിഗ് ബോസ് വിന്നർ ജിൻഡോയും എക്സൈസിന്റെ നോട്ടപ്പുള്ളിയാണ്. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരെ കൂടാതെ കൂടുതൽ പേർക്ക് എക്സൈസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒരു മോഡൽ ഉൾപ്പെടെ 5 പേരോട് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. സിനിമ, ടെലിവിഷൻ രംഗത്തെ കൂടുതൽ ആളുകൾക്ക് തസ്ലീമയുമായി അടുത്ത ബന്ധമുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിൽ സാമ്പത്തികവും ലഹരി സംബന്ധമായ ഇടപാടുകളും നടന്ന പ്രധാനപ്പെട്ട 5 പേർക്കാണ് എക്സൈസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, ബിഗ് ബോസ് വിന്നറും ചലച്ചിത്ര താരങ്ങളുടെ ജിം ട്രെയിനറുമായ ജിൻഡോ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയതായുള്ള വിവരം പുറത്തുവന്നിട്ടുണ്ട്. ചലച്ചിത്ര താരം പ്രയാഗ മാർട്ടിനും താനും അടുത്ത സുഹൃത്തുക്കളാണെന്ന് തസ്ലീമ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റുകളും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. സൗഹൃദത്തിനപ്പുറം പ്രയാഗയുമായി ലഹരി ഇടപാടുകളൊന്നും തന്നെ നിലവിൽ കണ്ടെത്താൻ ആയിട്ടില്ല. ബ്ലാക്ക് ഡെവിൾ സച്ചു എന്നറിയപ്പെടുന്ന മോഡൽ, ഒരു നിർമ്മാതാവ് എന്നിവരുൾപ്പെടെ 5 പേർ തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അതേസമയം ചെന്നൈയിൽ നിന്ന് കഞ്ചാവുമായി സുൽത്താൻ അക്ബർ അലി എത്തിയത് മക്കൾക്കൊപ്പമാണെന്ന് എക്സൈസ് സ്ഥിരീകരിച്ചു. തസ്ലീമയുടെ ആദ്യ വിവാഹത്തിലെ മകനും പെൺസുഹൃത്തും കൂടെയുണ്ടായിരുന്നു. എറണാകുളത്തെത്തി തസ്ലീമയ്ക്ക് കഞ്ചാവ് കൈമാറിയ ശേഷം മകനും പെൺസുഹൃത്തും മാത്രം മടങ്ങി. സുൽത്താനും ഇളയ 2 കുട്ടികളും ഇവിടെ തുടരുകയായിരുന്നു. പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ചോദ്യം ചെയ്യലിനോട് തസ്ലീമ സഹകരിക്കുന്നുണ്ടെങ്കിലും സുൽത്താൻ പറയുന്നതിൽ കൂടുതലും കളവാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കസ്റ്റഡി കാലാവധി നീട്ടി നൽകാൻ ആവശ്യപ്പെടാൻ ആദ്യം എക്സൈസ് തീരുമാനിച്ചിരുന്നെങ്കിലും നടന്മാരെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രം മതി കസ്റ്റഡി അപേക്ഷ വീണ്ടും വെക്കുക എന്ന നിലപാടിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.